പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏകാധിപതിയായ മോദി പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലടയ്ക്കുമെന്നും ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് പിന്നാലെയാണെന്നും കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെജ്രിവാൾ. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ശക്തമാക്കുകയാണ് ആം ആദ്മി. ദില്ലി കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി പ്രചാരണം ആരംഭിച്ച കെജ്രിവാൾ മോദിക്കെതിരെ ആഞ്ഞടിച്ചാണ് പാർട്ടി പ്രവർത്തകരെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് അഭിസംബോധന ചെയ്തത്. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാണ് കെജ്രിവാൾ പ്രസംഗം ആരംഭിച്ചത്. തന്നെയും നേതാക്കളെയും ജയിലിൽ അടച്ചതുകൊണ്ട് ആം ആദ്മിയെ തകർക്കാനാകില്ലെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. हमारी आम आदमी पार्टी एक छोटी सी पार्टी है, 2 राज्यों के अंदर है, अभी 10 साल पुरानी पार्टी है. हमारी पार्टी को कुचलने में, खत्म करने में प्रधानमंत्री जी ने कोई कसर नहीं छोड़ी. അഴിമതിക്കെതിരെ പോരാടുന്നുവെന്ന് പറയുന്ന മോദി അഴിമതിക്കാരെയും കള്ളന്മാരെയും സ്വന്തം പാർട്ടിയിൽ എത്തിക്കുന്നു. മുതിർന്ന പാർട്ടി നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാക്കി. അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ എന്നിവരുടെ രാഷ്ട്രീയം അവസാനിപ്പിച്ചു. അടുത്തത് യോഗി ആദിത്യനാഥിന്റെ നമ്പരെന്നും കൂട്ടിച്ചേർത്തു. देश के सबसे बड़े चोर, उचक्के और डकैतों को उन्होंने अपनी पार्टी में शामिल कर लिया. ഏകാധിപതിയായ മോദി പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയെല്ലാം ജയിലിലടയ്ക്കുന്നുവെന്നും ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് പിന്നാലെയെന്നും കെജ്രിവാൾ പറഞ്ഞു. विपक्ष के अंदर आज इन्होंने मनीष सिसोदिया को जेल भेज दिया, संजय सिंह को जेल भेज दिया, सत्येंद्र जैन को जेल भेज दिया, केजरीवाल को जेल भेज दिया, हेमंत सोरेन को जेल भेज दिया, ममता दीदी के कई मंत्रियों को जेल भेज दिया, स्टैलिन के कई मंत्रियों को जेल भेज दिया. केरला के सीएम के पीछे पड़े हैं. अगर ये चुनाव जीत गए, മോദി ഇനി അധികാരത്തിൽ എത്തില്ലെന്നും രാജ്യം മുഴുവൻ പ്രചാരണം നടത്തുമെന്നും ജനങ്ങളുമായി സംവദിക്കുമെന്നും പറഞ്ഞ കെജ്രിവാൾ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി വോട്ട് ചോദിക്കുന്നതെന്നും തുറന്നടിച്ചു. ആം ആദ്മി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.